ഈ ഓൺലൈൻ കമ്പനികൾ ഗ്രോ ചെയ്ത് അവിടെ മോണോപ്പൊളൈസേഷൻ ഡെവലപ്പ് ചെയ്തു. ഇവിടെയാണ് താങ്കൾ ഒരു നൂതന ആശയം കൊണ്ടുവരുന്നത്. അതെ, സാധാരണക്കാരായ ആർക്കും ഒരു സംരംഭകനാണ്. അവരുടെ പേരിൽ തന്നെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് ഈ ഓൺലൈനിൽ ഏത് ഹോട്ടൽ സെലക്ട് ചെയ്താലും ആ ഓൺലൈൻ റേറ്റിനെക്കാട്ടും ലോവർ റേറ്റ് ഇവർക്ക് തരാൻ പറ്റുമെങ്കിൽ പിന്നെ സാർ ഇതിന് ഓൺലൈൻ ഇപ്പോഴത്തെ റെക്കോർഡ്സ് അനുസരിച്ച് 22 lakh crores ആണ് ഇന്ത്യൻ ടൂറിസം കോൺട്രിബ്യൂഷൻ ടു ജി ഡി പി. അതിനകത്ത് എയർലൈൻ കമ്പോണന്റ് മാറ്റിയാലും ഒരു 8 ലക്ഷം 10 ലക്ഷം കോടിയാണ്. അതിനകത്ത് 20% കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2 ലക്ഷം കോടി രൂപയുടെ കമ്മീഷൻസ് ഇന്ത്യയിലുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ടാണ് ഈ എംപ്ലോയി തീരുമാനിക്കുന്നത് ഒന്ന് മുങ്ങിയേക്കാം എന്ന് വെച്ചാൽ അയാൾ ഇട്ടിട്ട് പോയി. എന്ത് ചെയ്യണം? ഇത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ അവരിൽ ഇടപെടുമോ? നെക്സ്റ്റ് മിനിറ്റ് വി വിൽ ബി ഓൺ ദ പ്രോസസ്. നമ്മുടെ ഈ കൊച്ചു കേരളം അറിയപ്പെടുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. നമുക്കില്ലാത്തതായി എന്താണുള്ളത്? ടൂറിസത്തിൽ ഒരു മുഖമുദ്ര പതിപ്പിച്ച സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം, ഗോഡ്സ് ഓൺ കൺട്രി. നമുക്ക് ഹിൽ സ്റ്റേഷനുകളുണ്ട്, നമുക്ക് നദികളുണ്ട്, സമുദ്രങ്ങളുണ്ട്. എന്താണ് നമ്മൾ ഇത്രയധികം ആൾക്കാർ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്കുള്ളതുപോലെ എല്ലാം കൂടി ഒരുമിച്ച് വേറൊരു രാജ്യത്തിനും ദൈവം കൊടുത്തു കാണില്ല. അതുകൊണ്ടായിരിക്കാം. ആ മേഖലയിൽ സാധ്യതകൾ അനന്തമാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, കേരളം വളരണമെങ്കിൽ ഈ ടൂറിസം എന്ന മേഖല വളരണം. അതിന് അനന്തമായ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംരംഭകർക്കും ഇവിടെ അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് നല്ലൊരു സൊല്യൂഷനുമായി വന്നൊരു സംരംഭകൻ്റെ സ്പാർക്കുള്ള കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. ഇതിനു മുന്നേ ഈ ഹോട്ട് സീറ്റിൽ വന്നിരുന്ന എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ നീൽകാന്താണ് സ്പാർക്കുള്ള ഈ അവസരവുമായി വന്നിരിക്കുന്നത്. നീൽകാന്ത്, സ്വാഗതം. വെൽക്കം ബാക്ക് ടു സ്പാർക്ക് ചാനൽ. താങ്ക് യു വെരി മച്ച്. നീൽകാന്ത്, നമ്മുടെ അന്നത്തെ ഇൻ്റർവ്യൂ വളരെ ഹിറ്റായിരുന്നു. പല ആൾക്കാരും ഒക്കെ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു ഇൻ്റർവ്യൂ ആയിരുന്നെങ്കിലും രണ്ടാമതൊരു എഡിഷനിലേക്ക് വരുമ്പോൾ അതിന് കാരണമുണ്ട്. കാരണം അന്ന് പറഞ്ഞു നിർത്തിയത് എന്തൊക്കെയോ തുടങ്ങാനുള്ള ആവേശത്തിലായിരുന്നെങ്കിൽ ഇന്ന് അത് വിജയിപ്പിച്ച് അത് വളരാനുള്ള സ്റ്റേജിൽ എത്തിയപ്പോഴാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. താങ്കളുടെ നാട് എവിടെയാണ്? നാട് തൃശ്ശൂരാണ്. തൃശ്ശൂർക്കാരനാണ്. വിദ്യാഭ്യാസം എന്തായിരുന്നു? വിദ്യാഭ്യാസം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. പഠിച്ചു കഴിഞ്ഞ് ജോലിയായിരുന്നോ? ജോലി ചെയ്യാനായിട്ടുള്ള ഒരു മൂഡ് ഉണ്ടായില്ല. സ്ട്രേറ്റ് ടു ഓൺട്രപ്രണർഷിപ്പ്. എന്താണ് തുടങ്ങിയത്? സോ അബൌട്ട് ഒരു 6 months പാർട്ട് ടൈം ജോലി ചെയ്തു. അവിടെ നിന്ന് സ്വന്തം സംരംഭം തുടങ്ങി. എന്തായിരുന്നു ആദ്യം തുടങ്ങിയത്? ഡിജിറ്റൽ സ്പേസിലാണ് തുടങ്ങിയത്. അങ്ങനെ വെബ് ആപ്ലിക്കേഷൻസും വെബ് ഡെവലപ്മെൻറ്റും പ്രോസസ്സിലാണ് 1998 ഞാൻ സംരംഭം തുടങ്ങി. എന്തായിരുന്നു ആ ബിസിനസിൻ്റെ പേര്? .com ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അങ്ങനെ ഞാൻ തൃശ്ശൂർക്കാരനായതുകൊണ്ട് തൃശ്ശൂർ പൂരം .com എന്ന് പറഞ്ഞ സൈറ്റ് തുടങ്ങി. അങ്ങനെ അതിൻ്റെ അകത്ത് തൃശ്ശൂർ പൂരം ലൈവ് സ്ട്രീമിംഗ് കൊണ്ടുപോവുകയായിരുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ ചെയ്യുന്നത്. കാരണം അന്നത്തെ കാലത്ത് ലൈവ് സ്ട്രീമിംഗ് ഒന്നും ഇല്ല. അതെ അല്ലേ? തൃശ്ശൂർ പൂരം ലൈവ് സ്ട്രീമിംഗ് ചെയ്ത് വളരെ ഒരു ബ്രാൻഡഡ് ആയ ആളാണ് നീൽകാന്ത്. അത് നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അതൊരു ആവേശമാണ്. ഇറ്റ് ഇസ് ബിയോണ്ട് ജസ്റ്റ് എ ഫെസ്റ്റിവൽ. അപ്പോൾ ആ ആവേശം ഞാൻ പലപ്പോഴും മിസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് മുന്നേ ഞാൻ മംഗലാപുരത്ത് പഠിക്കുമ്പോഴൊക്കെ തൃശ്ശൂർ പൂരത്തിൽ ചിലപ്പോൾ വരാൻ പറ്റാറില്ല. അപ്പോൾ അതൊക്കെ ഒരു ചലഞ്ച് തന്നെയാണ്. ലോകമെമ്പാടുള്ളവർ ലൈവ് സ്ട്രീമിംഗ് കാണിച്ചു. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ഒരു അപ്പോൾ തൃശ്ശൂർ പൂരം ലൈവ് പോയപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു മെയിൻ റെസ്പോൺസ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പൂരം കാണാൻ വരണം. അങ്ങനെ കാണാൻ വരുമ്പോൾ എവിടെ താമസിക്കാൻ പറ്റും, എന്താ അതിൻ്റെ റേറ്റ് ഉണ്ടോ, മറ്റേ ഏത് ഹോട്ടലാണ് അവൈലബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയപ്പോൾ നമ്മൾ വി ബിൽഡ് സിസ്റ്റംസ് ഫോർ ദാറ്റ് ഓൾസോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ ഹോട്ടൽ റിസർവേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഓൺലൈൻ ഹോട്ടൽ റിസർവേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരം കൊണ്ടുവന്നിട്ടത് താങ്കൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. യെസ്. എന്നാൽ താങ്കളുടെ ബിസിനസ്സുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് താങ്കൾ ആകർഷിക്കപ്പെട്ടു. അതെ. അല്ല, അതിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്തു. അല്ലേ? ഹോട്ടൽ ബുക്കിംഗ്. അതെ. അപ്പോൾ അതിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ അന്ന് ഓൺലൈൻ ഹോട്ടൽ റിസർവേഷൻസിൻ്റെ പോസിബിലിറ്റീസ് പ്ലാറ്റ്ഫോംസ് വളരെ കുറവായിരുന്നു. കുറവാന്നല്ല, ഇപ്പോൾ താജിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് ഫോം ഫില്ല് ചെയ്ത് അയക്കുന്നൊരു പ്രോസസ്സായിരുന്നു. അവിടെയാണ് നമ്മളൊരു ലൈവ് അവൈലബിലിറ്റിയും റേറ്റും കൊണ്ടുവന്നിട്ട് പിന്നെ അതിനെ അസോസിയേറ്റ് ചെയ്തൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ, ഓൺലൈൻ സെക്കൻഡ് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇൻ ദ കൺട്രി, അത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതാണ്. അത് ഈ വിപണി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മളത് ആദ്യം ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന്
ഇൻഡസ്ട്രിയായി കണക്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തു. ആൻഡ് നൗ അത് ഗ്രോ ചെയ്ത് പോയി അല്ലേ? അപ്പം അന്ന് ഒറ്റയ്ക്കാണ് കേരള ടൂറിസത്തിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലുള്ള പ്രോസസ്സ് വരെ നമ്മളാണ് ചെയ്തത്. ആൻഡ് ഹോട്ടൽ ചെയിൻസ് ലൈക്ക് അബാദ് ഗ്രൂപ്പ്, സാജ് ഗ്രൂപ്പ്, BTH, CGH പോലെയുള്ള ചെയിൻസ് ഓഫ് ഹോട്ടൽസിൻ്റെ റിസർവേഷൻ സിസ്റ്റംസും പിന്നെ നാഷണലി ഗ്രോ ചെയ്ത് നീമ്രാണ പാലസ്, സമൂദ് പാലസ് വളരെ യുണീക്കായിട്ടുള്ള നോൺ ഹോട്ടൽസ് എന്നൊക്കെ പറയുന്ന ക്വൈറ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള റിസർവേഷൻ ഹോട്ടൽസിൻ്റെ റിസർവേഷൻ സിസ്റ്റംസ്. അതാണ് താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട്. അന്ന് ഒറ്റയ്ക്കാണ് തുടങ്ങിയത്. പിന്നീട് ഇപ്പോഴല്ല, അന്ന് എത്ര എംപ്ലോയീസ് വരെ? ഞാനും വൈഫും കൂടിയാണ് തുടങ്ങിയത്. നിങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങി. എത്ര എംപ്ലോയീസ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്? റിസർവേഷൻ സിസ്റ്റംസ് റൺ ചെയ്യുമ്പോൾ അബൌട്ട് ഒരു 12 to 15 അത്രയായി വരെ. പിന്നീട് കഴിഞ്ഞ തവണ താങ്കൾ എൻ്റെ അടുത്ത് വന്ന് ഒരു സ്റ്റോറി പറഞ്ഞു. അതായത് താങ്കളുടെ മനസ്സിലൊരു ആശയം, ടൂറിസം രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവന്നേക്കാവുന്ന ഒരാശയം. അന്ന് വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി ഞാൻ കേട്ടത്. നമ്മുടെ പഴയ പ്രേക്ഷകരുമുണ്ട്, എന്നാൽ പുതിയ പ്രേക്ഷകരുണ്ട്. നമുക്ക് ക്വിക്കായി ഒന്ന് സമ്മറൈസ് ചെയ്താൽ എന്തായിരുന്നു ആ ആശയം? സോ ഞങ്ങൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു, അന്ന് ഓൺലൈൻ ഇല്ലാത്ത സമയത്ത് ഓൺലൈൻ സിസ്റ്റംസ് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അന്ന് ഹോട്ടൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനിലുള്ള പ്ലാറ്റ്ഫോംസിൻ്റെ ഒരു പോസിബിലിറ്റി വാസ് ദെയർ. ആൻഡ് ബട്ട് സ്ലോലി അതെന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ കമ്പനികൾ ഗ്രോ ചെയ്ത് അവിടെ മോണോപ്ലൈസേഷൻ ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് മോണോപ്ലൈസേഷൻ്റെയും അഗ്രിഗേഷൻ്റെയും ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ലിംഗ് പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ടഡ് പുഷിങ് ദ ഹോട്ടൽസ് ടു വെരി ബെയർ മിനിമം പ്രോഫിറ്റ്സ്. കാര്യം അവരുടെ നെഗോഷിയേഷൻ കപ്പാസിറ്റി ഭയങ്കര കൂടി വന്നു. അവർ ബൾക്ക് ബൈയിങ് വാങ്ങിക്കാനുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്കൗണ്ടിങ്ങിൽ കൂടെ അവർ വിറ്റ് ഈ കസ്റ്റമേഴ്സ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ക്വാളിറ്റി ഓഫ് സർവീസസ് സ്പോയിൽഡ്. കാര്യം ഹോട്ടലിൽ നിന്ന് കാശ് കിട്ടുന്നില്ല, പ്രോഫിറ്റബിലിറ്റി ഇല്ല, അവർക്ക് നല്ല സ്റ്റാഫിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, AC ബാക്കിയുള്ള ബെഡ്ഷീറ്റ്സോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ക്വാളിറ്റി ഇഷ്യൂസ് വന്നു. Ultimately, everybody lost. Hotelier lost, the traditional businesses in the travel trade lost, and the customers also lost because their experience, ഹോട്ടലിൽ താമസിക്കുന്ന എക്സ്പീരിയൻസ് മോശമായതുകൊണ്ട്. ഇതൊക്കെ മൾട്ടിനാഷണൽ കമ്പനികളാണ്, വലിയ കമ്പനികൾ. അതെ, ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരം കമ്പനികൾ എല്ലാ കസ്റ്റമറും റേറ്റ് നോക്കി അതിലേക്ക് പോയി, റേറ്റ് കിട്ടി, പക്ഷേ ക്വാളിറ്റിയിൽ കോംപ്രമൈസ്. അപ്പോൾ അവിടെയാണ് താങ്കളുടെ ഒരു ആശയം താങ്കൾ കൊണ്ടുവരുന്നത്. എന്താണ് ബുക്ക് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വളരെ ഫാസ്റ്റ്, മറ്റേ ലോവർ റേറ്റ് കിട്ടുന്നത് കസ്റ്റമറിന് വളരെ ഹാപ്പിയാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ വ്യക്തമാണ്. അപ്പോൾ താങ്കളുടെ ബിസിനസ് ആശയം സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഒന്ന് നമ്മളുടെ ഈ സെല്ലിങ്ങിൽ നല്ല സംരംഭകർ വേറെ വരണം. ഓക്കെ, ഓൾട്ടർനേറ്റീവ് വേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് സെയിൽസ് അത് വന്നാൽ, വേറെ ഒരു ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് കോമ്പിറ്റൻസി വരും. ഓക്കെ, പിന്നെ ഒന്ന് ഹോട്ടൽസിന് ബെറ്റർ കഥ പറഞ്ഞ് വിൽക്കാൻ പറ്റുന്ന നല്ല സംരംഭകർ മാർക്കറ്റിൽ വന്നാൽ ഈ ഹോട്ടൽസിന് ഒരു അവരുടെ റവന്യൂ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അവരുടെ റവന്യൂ ഇമ്പ്രൂവ് ചെയ്താൽ അവർക്ക് ബെറ്റർ സർവീസ് ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ കസ്റ്റമർ ഹാപ്പിയാവും. അല്ലാണ്ട് റേറ്റ് കുറച്ചതുകൊണ്ട് മാത്രം സൊല്യൂഷൻ ആവില്ല. ശരി, നമുക്ക് നമ്മുടെ താങ്കളുടെ സ്ഥാപനത്തിലോട്ട് വരാം. പുതിയ സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? WebCRS ട്രാവൽ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഞങ്ങൾ. അതൊക്കെ WebCRS ട്രാവൽ ടെക്നോളജീസ് പ്രൈവറ്റ് ടെക്നോളജി. വെബ്സൈറ്റ് എന്താണ്? webcrstravel.com എന്നാണ്. യെസ്. ഇവിടെയാണ് താങ്കളൊരു നൂതന ആശയം കൊണ്ടുവരുന്നത്. അതെ, അതായത് സാധാരണക്കാരായ ആർക്കും ഒരു സംരംഭകനാവാം. യെസ്, ടൂറിസം മേഖലയിൽ. അതെ. എന്താണ് ആശയം? ടൂറിസം മേഖലയിൽ ഇങ്ങനൊരു വാക്വമുണ്ട്. നല്ല ഒരു സെല്ലിംഗ് ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസേഷൻസിന് ഉള്ള പോസിബിലിറ്റി ഉണ്ട്, അവസരമുണ്ട്. ആ അവസരം ഇന്ന് ആ അവസരം എടുക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു സംരംഭകൻ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ കോമ്പറ്റീഷനാണ്. തീർച്ചയായും. ഈവൻ സാർ ഇപ്പം യാത്ര ചെയ്തിട്ടുണ്ടാവും. When was the last travel? When you have traveled? ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് പോകുമ്പോൾ എടുത്തു പറയാനായിട്ട് MakeMyTrip.com, അതുപോലെ Bookings.com പല സ്ഥലങ്ങളിലും പോയി ഞാൻ ചെയ്യുന്നത് ഒരു ബെസ്റ്റ് റേറ്റ് എടുക്കും, ഒരു ഹോട്ടൽ സെലക്ട് ചെയ്യും, ആ ഹോട്ടൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് ചീപ്പസ്റ്റ് നോക്കും. അല്ലേ? അതെ. ഇന്നത്തെ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡ്രിവൺ ആണ്. അതെ. ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറഞ്ഞ സാധനമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ബാംഗ്ലൂർ പോയപ്പോൾ നമ്മൾ Booking.com ബുക്ക് ചെയ്തു. ആ ഹോട്ടൽ നോക്കിയപ്പോൾ Booking.com ചീപ്പസ്റ്റ്. ഇനിയിപ്പോൾ വയനാട് പോകണം, അപ്പോൾ ആ ഹോട്ടൽ, വയനാട്ടിലെ ഹോട്ടൽ MakeMyTrip-ലാണ് ചീപ്പസ്റ്റ്. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അതെ. അപ്പോൾ ബ്രാൻഡ് ലോയൽറ്റി അല്ല, പ്രൈസ്. ഒരു കാര്യം കൂടി ഉണ്ട്, എനിക്ക് അയൽപക്കത്തുള്ള, എനിക്ക് പരിചയമുള്ള പല ആൾക്കാരും ഉണ്ട് എൻ്റെ അടുത്ത്. അതെ. പക്ഷേ അവരുടെ അടുത്ത് പോകാതെ എനിക്കൊരു വിഷമമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ റേറ്റ് തരുമോ ഇല്ലയോ എന്ന് പറ്റില്ല എന്ന് എനിക്ക് തോന്നലുണ്ട് എൻ്റെ മനസ്സിൽ. നാച്ചുറലി. കാര്യം ഈ മൾട്ടിനാഷണൽസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യുക, അവരുടെ ബൈയിങ് പവറും ഇതും ചെറിയ ആൾക്കാർക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് ദ പ്രോബ്ലം. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ചെയ്യുന്നത്, ഒരു സ്വന്തമായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്ക്
അവരുടെ പേരിൽ തന്നെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് ഈ ഓൺലൈനിൽ ഏത് ഹോട്ടൽ സെലക്ട് ചെയ്താലും, ലോകത്തിൻ്റെ ഏത് കൺട്രിയിലും ഏത് ഡെസ്റ്റിനേഷനിലും ഏത് ഹോട്ടൽ സെലക്ട് ചെയ്താലും 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ആ സെഗ്മെന്റ് ആണ് 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ മാത്രമേ താങ്കൾ നൽകുള്ളൂ. സാധാരണ ലോഡ്ജിലൊന്നും റേറ്റ് എടുക്കുന്നില്ല. അല്ല, ക്ലിയർ ആണ് പറഞ്ഞോളൂ. ഈ സെഗ്മെന്റിൽ ഈ സംരംഭകന് ഓൺലൈനിൽ എന്ത് റേറ്റ് കിട്ടുന്നോ, കസ്റ്റമറിന് ഏത് പ്ലാറ്റ്ഫോമിൽ പോയിട്ടും ഈ തമ്മിലടി കഴിഞ്ഞിട്ട് ഏറ്റവും ചീപ്പസ്റ്റ് ഏത് റേറ്റ് കിട്ടുന്നോ ആ റേറ്റിനെക്കാട്ടും ലോ റേറ്റ് ആയിരിക്കും ഈ താങ്കളുടെ ഫ്രണ്ടായ തോമസ് ഏട്ടനോ സലീമിക്കയോ അല്ലെങ്കിൽ കൃഷ്ണേട്ടനോ തുടങ്ങിയ ട്രാവൽ കമ്പനിക്ക് താങ്കൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുക. സോ ആ ഓൺലൈൻ റേറ്റിനെക്കാട്ടും ലോവർ റേറ്റ് ഇവർക്ക് തരാൻ പറ്റുമെങ്കിൽ പിന്നെ സാർ ഇതിന് ഓൺലൈൻ ബുക്ക് ചെയ്യണം. ഇൻട്രസ്റ്റിംഗ് പേഴ്സണലൈസ് സപ്പോർട്ടും സർവീസും കിട്ടും. കാര്യം ആ തോമസ് ഏട്ടന് താങ്കളുടെ മാത്രം അല്ല, താങ്കളുടെ ഭാര്യയുടെ ഇൻട്രസ്റ്റും താങ്കളുടെ കുട്ടികളുടെ ഇൻട്രസ്റ്റും കൂടി അറിയാവുന്നതാണ്. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്ത് പേഴ്സണലൈസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നാച്ചുറലി പേഴ്സണലൈസ് ചെയ്ത് സാറിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ കോസ്റ്റ് കൂടുതലാണ്. നാച്ചുറലി ഹയർ പ്രൈസ് പേ ചെയ്യേണ്ട സിറ്റുവേഷനാണ് കൺസ്യൂമർ ഇന്ന്. അതെ. പക്ഷെ അത് മാറ്റി ആ പ്രൈസ് കോമ്പീറ്റൻസിയും പേഴ്സണലൈസ് സപ്പോർട്ടും കൂടി നമ്മുടെ നാട്ടിലെ സംരംഭകർക്ക് തരാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് ഓൺലൈൻ ബുക്ക് ചെയ്യണം. എക്സലൻറ്റ്. സോ വെബ് CRS മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ ആരൊക്കെ ആയിരിക്കാം അവർ? അത് ഒരു ഡോക്ടർ ആവാം, ഒരു ലോയർ ആവാം, ഒരു എഞ്ചിനീയർ ആവാം. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും സംരംഭകർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസ് പറ്റുമോ? സ്റ്റുഡൻസ് ഇപ്പോൾ ഫോറിൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു, 10-20 ലക്ഷം രൂപ ഒക്കെ കടമൊക്കെ എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. കുട്ടികൾക്കായിരിക്കാം. ആ കുട്ടികൾക്ക് പോലും അവർക്ക് ഹൗസ് വൈഫ് പറ്റുമോ? ഹൗസ് വൈഫിന് പറ്റും. ഇത് പറഞ്ഞ പോലെ തന്നെ ഈ റിട്ടയർഡ് പ്രൊഫഷണൽസിന്. അപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യാത്രകളും ഒക്കെ ഭയങ്കര ഒരു രസമാണ്. ഇന്ന് ആ യാത്രകളൊക്കെ അവരെ കമ്പനികളുടെ അസറ്റായി മാറുകയാണ്. ഈ പറയുന്ന ആൾക്കാരെല്ലാവരും താങ്കളൊരു സംരംഭകനാക്കുമെന്നാണ് ഈ പറയുന്നത്. എക്സാക്ട്ലി. ശരി, സംരംഭകനാക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവർ ഒരു സ്ഥാപനം, ഒരു പേരുണ്ടാവണം, ഒരു സ്ഥാപനം തുടങ്ങണം, അതിന് എംപ്ലോയീസിനെ വയ്ക്കണം, അത് മാനേജ് ചെയ്യണം. ഇതിനൊക്കെ സമയമുണ്ടാവും ഇവർക്ക്. അത് അവിടെയാണ് ഇവരുടെ ഒരു അസിസ്റ്റൻസ് വേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചാർട്ടർ അക്കൗണ്ടൻസ് പോയി കഴിഞ്ഞാൽ കമ്പനികൾ തുടങ്ങുന്നു, പക്ഷേ ഇതേവരെ മുന്നോട്ട് ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് എടുത്തു, പക്ഷേ ഇൻറ്റീരിയർ ചെയ്യാണ്ട് ഇട്ട് കളയുന്ന സംരംഭകരുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും നോളജും ഇല്ലെങ്കിൽ മിക്കവാറും ദേ ആർ ബൗണ്ട് ടു ഫെയിൽ ബിക്കോസ് ദേ മേക്ക് മിസ്റ്റേക്സ്. ഇതെല്ലാം മാനേജ് സർവീസാണ്. കമ്പനിയുടെ പേരിടൽ തൊട്ട് കമ്പനി രജിസ്ട്രേഷൻസും ബാക്കിയുള്ള ബ്രാൻഡ് ക്രിയേഷനും ഗോ ടു മാർക്കറ്റും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നല്ല സ്റ്റാഫ് ഇല്ലെങ്കിൽ സംരംഭങ്ങൾ മുന്നേ, എസ്പെഷ്യലി സർവീസ് സെക്ടർ, നല്ല സ്റ്റാഫ് മറ്റേതാണെങ്കിൽ മാനുഫാക്ചറിങ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് നന്നായി എങ്ങനെയെങ്കിലും വിറ്റുപോകുന്ന വിചാരിക്കാം. അതെ. പക്ഷേ സർവീസ് സെക്ടറിൽ നല്ല സ്റ്റാഫ് ഇല്ലെങ്കിൽ ഇംപോസിബിൾ ടു സർവൈവ്. അപ്പോൾ ഈ നല്ല സ്റ്റാഫിനെ കിട്ടുക, അവരെ ട്രെയിൻ ചെയ്യുക, അവരെ മാനേജ് ചെയ്യുക, അവരെ പ്രൊഡക്ടിവിറ്റി എൻഷുർ ചെയ്യുക, ഇതൊക്കെ വലിയ വലിയ ചലഞ്ചസ് ആണ് സാധാരണ ഒരു സംരംഭകൻ കാണുന്നത്. എസ്പെഷ്യലി ഈ മേഖലയായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത ആൾക്ക് ഇത് ഈവൻ മോർ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അത് എല്ലാം ഞങ്ങളുടെ സെൻട്രൽ ഒരു ഹബിലാണ് മാനേജ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ചെയ്തു തരും എല്ലാ കാര്യങ്ങളും. ഒരു ദിവസം എത്ര മണിക്കൂർ ഇവർ വർക്ക് ചെയ്യേണ്ടി വരും? നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് 8 മണിക്കൂർ പണിയെടുപ്പിക്കുന്നത് ഞങ്ങളുടെ ജോലിയാണ്. ഓക്കെ. ഈ രാവിലെ തൊട്ട് എത്ര മണിക്ക് ഡ്യൂട്ടി? സംരംഭകൻ 1-2 മണിക്കൂർ. ഇതിലൊരു ശ്രദ്ധ, ദാറ്റ് ഈസ് മാക്സിമം. അത്ര മതി. അപ്പം ഞാനൊരു സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ ഞാനൊരു പ്രൊഫഷണലാണ്. ഞാൻ താങ്കളുടെ അടുത്ത് വന്നിട്ട് അതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതെ. ഞാൻ കുറച്ച് പണം താങ്കളുടെ അടുത്ത് തരികയാണ്. താങ്കൾ എന്നെ സഹായിക്കുകയാണ് ഒരു കമ്പനി ഫോം ചെയ്യാൻ. എന്നിട്ട് എനിക്കൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്ത് തരികയാണ്, അയാളെ ട്രെയിൻ ചെയ്യുകയാണ്, അയാളെ മാനേജ് ചെയ്യുകയാണ്, ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്, വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ, ഇതെല്ലാം എനിക്ക് ക്രിയേറ്റ് ചെയ്ത് വിസിറ്റിംഗ് കാർഡ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരികയാണ്. അപ്പോൾ എനിക്ക് സുഹൃത്ത് വലയമുണ്ട്, കുറേ ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് ഒരു ട്രാവൽ റിക്വയർമെൻറ്റ് വരുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുന്നത്, ഞാനൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ, സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ അപ്രോച്ച് ചെയ്യുക. നിങ്ങൾ ഓൺലൈനിൽ എവിടെയെങ്കിലുമൊക്കെ പോയിക്കോ, റേറ്റ് എടുത്തോ, അതിനേക്കാളും നല്ല റേറ്റും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സർവീസ് എനിക്ക് തരാൻ പറ്റും എന്ന് എനിക്ക് പറയാം. 100%. ദിസ് ഈസ് ദ ഗ്യാരണ്ടീഡ് പ്രോസസ്. ശരി. അപ്പം ഞാൻ താങ്കളുമായിട്ട് വളരെ സിമ്പിളാണ്. ഞാൻ താങ്കളുമായിട്ട് കോൺടാക്ട് ചെയ്യണം അവിടെ. പക്ഷേ താങ്കൾക്കൊരു ടീമുണ്ടോ? ഞങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ടീം 38 പേരുടെ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഒരു സെൻട്രൽ ടീമാണ്. ഓക്കെ. അതിനകത്ത് ടെക് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ മാനേജ്മെൻറ്റ് പ്രോസസ്സസ് ഉണ്ട്, ടു ബ്രാൻഡ് ക്രിയേഷൻ, ടു എൻക്വയറി ഹാൻഡ്ലിംഗ്, കൊട്ടേഷൻസ്. ലോകത്തിലെ ഏത് മൂലയിലും ഏതെങ്കിലും ഒരു ഹോട്ടലിനെ കണ്ടുപിടിച്ച ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടാവും കസ്റ്റമർ. അതിനെ കോമ്പീറ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ കോൺട്രാക്ടിങ് ടീം, പ്രൊഡക്ട്സ് ടീം, ഓപ്പറേഷൻസ് ടീം, അക്കൗണ്ട്സ്, GST ഫയലിംഗ്. മാസം GST കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ
പല സംരംഭകരും ചെയ്യുന്ന മിസ്റ്റേക്സ് ഇതൊക്കെ ഇതിൻ്റെ അകത്ത് അവർ ഓവർലുക്ക് ചെയ്യും. ഇത് പിന്നെ ചെയ്യാനൊക്കെ മാറ്റി വയ്ക്കും. ഇതൊക്കെ പിന്നെ ഇരട്ടിപ്പണിയായിട്ട് ക്ലിയർ ആണ്. ഇതെല്ലാം താങ്കൾ ഹാൻഡിൽ ചെയ്യും. അതെല്ലാം അവിടെ ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ താങ്കൾ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുത്തുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ തോമസ് ചേട്ടൻ അങ്ങനെ ബിസിനസ് തുടങ്ങി. തോമസ് ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അറിയിച്ചു. അവർക്ക് തോമസ് ചേട്ടനുള്ള ഓപ്ഷൻസ് എന്താണ്? ഞാൻ കണ്ടിട്ടുള്ളത് ചിലർ ഓൺലൈനിലൊക്കെ പോയി എനിക്ക് ഇന്ന ഹോട്ടൽ ഇത്ര റേറ്റ് തരുന്നതിനേക്കാളും നല്ല റേറ്റ് തരുമോ എന്ന് ചോദിക്കും. ചിലർ പറയും എനിക്ക് പോകേണ്ടത് മൂന്നാറാണ്, അല്ലെങ്കിൽ എനിക്ക് മണാലി പ്ലേസ്. അപ്പോൾ എവിടെയാണ് പോകേണ്ടത്, നിങ്ങൾ സജസ്റ്റ് ചെയ്യുമെന്ന് പറയും. രണ്ടിനും സൊല്യൂഷൻ ഉണ്ടോ? രണ്ടും ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു എൻക്വയറി വരുമ്പോൾ തോമസ് ചേട്ടന് 2 ഓപ്ഷൻസ് കൊടുക്കാം. യു സെലക്ട് യുവർ ഹോട്ടൽ, ഐ വിൽ ഗിവ് യു എ ബെറ്റർ റേറ്റ്. അത് റേറ്റ് കോമ്പറ്റൻസി. മറ്റേത് പേഴ്സണലൈസേഷൻ. നിങ്ങൾക്ക് ഇഷ്ടങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ സജസ്റ്റ് ചെയ്യാം. ഈ 2 മോഡലിലും ഓപ്പറേറ്റ് ചെയ്യാം. ഇനി താങ്കൾ ഒരു ട്രാവലർ സെലക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതും നമ്മൾ അലേർട്ട് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യു സ്റ്റിൽ വാണ്ട് ടു ഗോ ഹെഡ്, പ്ലീസ്. തോമസ് ചേട്ടൻ്റെ സ്റ്റാഫ് അത് ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇതാണത്. അല്ലെങ്കിൽ ഞങ്ങൾ അതിനേക്കാട്ടും ബെറ്റർ പ്രോപ്പർട്ടി അറ്റ് എ ബെറ്റർ റേറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് പാറ്റേൺ എങ്ങനെയാണ്? ഈ പ്രോപ്പർട്ടി കസ്റ്റമർ ആർക്കാണ്? കസ്റ്റമർ തോമസ് ചേട്ടൻ്റെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ പേ ചെയ്യുന്നു. തോമസ് ചേട്ടൻ ആ സപ്ലയറിന് പേയ്മെന്റ് കൊടുക്കുന്നു. വെബ് CRS അതിനിടയിൽ ഇൻവോൾവ് അല്ല. പക്ഷേ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് നല്ല റേറ്റ് കിട്ടുന്നത് ഞങ്ങളുടെ പ്രോസസ്സാണ്. ഓക്കെ, അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ദാറ്റ് ഈ സംരംഭകൻ പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഷെയർ നിങ്ങൾക്ക് തരുന്നില്ല? ഇല്ല, അതിൽ നിങ്ങൾ ഇൻവോൾവ് അല്ല. നിങ്ങൾ ആദ്യം വാങ്ങുന്ന ആ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നിങ്ങൾ വാങ്ങുന്നുള്ളൂ. കറക്റ്റ്. ഞങ്ങളൊരു കൺസൾട്ടിങ് ഫേമാണ്. ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയാണ്. ഞങ്ങൾ ഇതിൻ്റെ അകത്തുനിന്നൊരു ഷെയർ എടുത്താൽ ആ പ്രോഫിറ്റബിലിറ്റി അത്രയും കുറയും. കറക്റ്റാണ്. ആ പ്രോഫിറ്റബിലിറ്റി കുറയുമ്പോൾ അവരുടെ ബ്രേക്ക് ഈവൻ അത്രയും നീങ്ങും. തീർച്ചയായിട്ടും. അത്രയും നാൾ ഞാൻ പണി. നീൽക്കാന്ത്, അവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതായത് മൂന്നാറും മണാലിയിലും ഒതുങ്ങുന്നോ, ഇത് ലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് പറയുന്നത്? വയനാടും ഗോവയായാലും കാശ്മീരോ കൽക്കട്ട ആയാലും കെനിയോ കൊറിയ ആയാലും ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും കസ്റ്റമറിന് യാത്ര ചെയ്യാം. ഇതിൻ്റെ ബ്യൂട്ടി ഇതാണ്. സംരംഭത്തിന് ലോകത്തിൻ്റെ എവിടെ വേണം ഇരിക്കാം. അത് ടൂറിസം മേഖലയുടെ ഈ ട്രാവൽ കമ്പനികളുടെ ബെനിഫിറ്റാണ്. സംരംഭത്തിന് ലോകത്തിന് എവിടെ വേണം ഇരിക്കാം. സംരംഭൻ്റെ സ്റ്റാഫിന് ലോകത്തിന് എവിടെ വേണം ഇരിക്കാം. സംരംഭൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിൽ ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാം. കേരളത്തിലെ കമ്പനിയുടെ ഇതിൽ കമ്മീഷൻ വീഴും. ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ദിസ്. എക്സലൻ്റ് ഐഡിയ. അപ്പോൾ അവിടെ അടുത്ത ചോദ്യം, ഇങ്ങനൊരു സംരംഭം അയാൾ തുടങ്ങി, നിങ്ങൾ വെറുതെ ഒന്നും കൊടുക്കില്ല, നിങ്ങൾ എന്തായാലും കുറച്ച് ലക്ഷങ്ങളും വാങ്ങുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ചോദിച്ചില്ല എത്രയാണ്. ഇതൊരു പണം, അതെ, ആ പണം ഓക്കെ, അദ്ദേഹത്തിന് ബ്രേക്ക് ഈവൺ ആവണ്ടേ ബിസിനസ്? അതിന് എത്ര സമയം എടുക്കും? ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംരംഭകൻ കമ്പനി തുടങ്ങിയിട്ട് വെറുതെ ചെറിയ എമൗണ്ട്സ് ചെയ്തിട്ട് കാര്യമില്ല. അതൊരു ഡീസൻറ്റ് ഒരു വോളിയം ഉള്ള ബിസിനസ് ചെയ്യണം. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന 1 കോടി ടേൺ ഓവറാണ്. അപ്പോൾ 1 കോടി ടേൺ ഓവറാണ് ഒരു വർഷം? അതെ, ഒരു വർഷം 1 കോടി ടേൺ ഓവർ ചെയ്യണമെങ്കിൽ 10 കോടി രൂപയുടെ എൻക്വയറി വന്നാലാണ് 1 കോടിയുടെ ബിസിനസ് ചെയ്യുള്ളൂ. അത് തന്നെ ഒരു വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. ഇനി അതിനുവേണ്ടി ഈ സംരംഭകൻ ഇറക്കുന്ന പൈസ എത്രയാണോ, വളരെ ചെറിയ പൈസ ആണെങ്കിൽ അത്രയും റിക്കവർ ചെയ്താൽ മതി. എത്രയാണ് പൈസ ഇറക്കുന്നത്, ഞങ്ങൾ പറയുന്ന ഏരിയയിൽ മാത്രം പൈസ ഇറക്കാൻ പാടുള്ളൂ. അതിൻ്റെ റിക്കവറി ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വി വിൽ എൻഷുർ ദ ബ്രേക്ക് ഈവൻ ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ദർ ഇസ് എ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഫോർ ഷുവർ. കാര്യം അതൊരു സൈസബിൾ ഓപ്പറേഷൻ ആയതുകൊണ്ട്. ഇപ്പോൾ ഒരു ഗ്ലോബൽ ഓപ്പറേഷൻ ആണെങ്കിൽ ഒരു 10-20 സ്റ്റാഫെങ്കിലും ഇല്ലെങ്കിൽ ഉള്ള കമ്പനികൾക്ക് പോലും ഓൺലൈനിൽ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. കൺസിസ്റ്റൻ്റ് ആയി ഏത് ഡെസ്റ്റിനേഷനിലും ഈ കസ്റ്റമർ ചോദിക്കും. B2C കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ വയനാട് പോകണമെങ്കിൽ നാളെ ചിലപ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ ദുബായിക്കായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇയാൾക്ക് ഈ തോമസ് ചേട്ടന് ഡെലിവറി ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരു ഗ്ലോബൽ സപ്ലയർ ബേസ് എൻഷുർ ചെയ്യണം. അതും ഫിക്സ്ഡ് സപ്ലയർ ബേസ് ഇല്ല. കസ്റ്റമറിന് ചൂസ് ചെയ്യാം എന്ത് വേണമെന്നുള്ളത്. ഇയാൾ റേറ്റ് ബീറ്റ് ചെയ്യും. അപ്പോൾ ട്രാവൽ ഗ്ലോബൽ, ബുക്ക് ലോക്കൽ, കമ്മീഷൻസ് ലോക്കലൈസ് ചെയ്യും. അവിടെ ഒരു ചോദ്യം പ്രസക്തമാണ് നീൽക്കാന്ത്. സപ്പോസ് ഈ ഇൻഡസ്ട്രിയിൽ ഒരാൾ വന്നു, പണം മുടക്കിയിട്ടുണ്ട്, അയാൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട്, എവിടെയെങ്കിലും വെച്ച് അയാൾക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പണം തിരിച്ചു കൊടുക്കും? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം ബിസിനസ്സിൽ പൈസ ഇറക്കുമ്പോൾ നമുക്ക് പ്രയോറിറ്റീസ് മേ ചേഞ്ച്. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നറിയോ? ഇതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആക്കുന്നത്. ഇതൊരു ഫ്രീലാൻസോ പ്രൊപ്പറേറ്റർഷിപ്പോ ആണെങ്കിൽ നടക്കാത്തൊരു ഏരിയ ഉണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡിൽ ഷെയർസ് ഉണ്ട്. ഈ ഷെയർസ് അവർക്ക് സെൽ ചെയ്ത് എക്സിറ്റ് ചെയ്യാം. നിങ്ങൾ പണം കൊടുക്കുന്നില്ല, വ്യക്തമാണ്, പണം കൊടുക്കുന്നില്ല. അതിന് ഒരു ആ കമ്പനി അങ്ങനെ തന്നെ അവർക്ക് സെൽ ഓഫ് ചെയ്തിട്ട് അവർക്ക് റിക്കവർ ചെയ്യാം. ക്ലിയർ ആണ്. ചിലപ്പോൾ റിക്കവറി അല്ല, ഇപ്പോൾ ഇറക്കിയ പൈസ റിക്കവറി അല്ല, അവർക്ക് ആക്ച്വലി പ്രീമിയത്തിൽ വിറ്റ് അവർക്ക് എക്സിറ്റ് ചെയ്യാം. അത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ബ്രാൻഡ്.
ആ ബ്രാൻഡ് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണം മുടക്കി അഡ്വർടൈസ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല, അത് അവർ തന്നെ ചെയ്യണം. അതെ, അതാണ് ഇപ്പോഴത്തെ മോഡൽ. ദർ ആർ ബിഗർ മോഡൽസ് വിച്ച് ആർ കമ്മിങ് ഇൻ, ബിക്കോസ് ദെൻ വി ആർ ലുക്കിംഗ് അറ്റ് എ ലാർജർ ഓപ്പറേഷൻസ്. ഞങ്ങൾ അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ അടുത്ത ലാർജർ ഓപ്പറേഷൻസാണ്. അപ്പോൾ അവിടെ ഒരു മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അത് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങി, ഇപ്പം സാറിന് ഒരു സംരംഭം തുടങ്ങി, ആൻഡ് യു ആർ ഗെറ്റിംഗ് സം ഇൻകം ആൻഡ് യു ആർ ഹാപ്പി വിത്ത് ഇറ്റ്. നൗ യു വോണ്ട് ടു ഗ്രോ ബിയോണ്ട് യുവർ കോൺടാക്ട്സ് ആൻഡ് നെറ്റ്വർക്ക്. സോ അതിനൊരു ഓപ്ഷനുണ്ട് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞത്. അതിപ്പോൾ ഓൾറെഡി മാർക്കറ്റ് പ്ലേസസ് മാർക്കറ്റിലുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് സോഴ്സ് ചെയ്യുമ്പോൾ ഒരു കമ്മീഷൻ ഇസ് ഇൻവോൾവ് ടു ദാറ്റ്. നമ്മൾ അത് നിങ്ങൾ ഫ്യൂച്ചറിൽ സഹായിക്കുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടപ്പോൾ ഇതൊരു ആശയമായി ചർച്ച ചെയ്തു. ഇന്നത് പ്രാക്ടിക്കൽ ആയോ? എത്ര പേര് ഓൺ ബോർഡഡ് ആയി? 168 സംരംഭകർ ഇന്ന് 70 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് കേരളത്തിൽ ഫോംഡ് ആണ്. എക്സലന്റ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 200-ൽ പരം എംപ്ലോയ്മെന്റ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഓൾറെഡി 200ഓളം എംപ്ലോയീസ് തൊഴിൽ അവസരം അവരുണ്ടാക്കി. വി ആർ ഓൺലി കാറ്റലിസ്റ്റ്. അവർക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇവർ ആരെങ്കിലുമൊക്കെ വിജയിച്ച് ബ്രേക്ക് ഈവൻ ആയോ? ഓൾറെഡി 1 കോടി ടേൺഓവർ കവർ ചെയ്ത സംരംഭകരുണ്ട്, ബ്രേക്ക് ഈവൻ ചെയ്ത കൂടുതൽ സംരംഭകരുണ്ട്. ബാക്കിയുള്ളവർ എല്ലാവരും പല ഫേസസിലാണ് ജോയിൻ ചെയ്തേക്കുന്നത്. അത് ഓൺ ദ പൈപ്പ് ലൈൻ. ഇവർ ഓരോരുത്തരും സക്സസ്ഫുൾ ആവണത് വരെ ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ഇസ് ദാറ്റ് വി വിൽ എൻഷുർ ദാറ്റ് എവറി പേഴ്സൺ ഈസ് സക്സസ്ഫുൾ. സാധാരണ ഒരു MSME സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 വർഷത്തിൽ അത് മുന്നോട്ട് പോകാറില്ല. ഇത് വി വാണ്ടഡ് ടു റിവേഴ്സ് ദാറ്റ് മോഡൽ. ഒരു ഹാൻഡ് ഹോൾഡിംഗ് ഉണ്ട് നിങ്ങളുടെ, അല്ലേ? ഇതിൽ സർക്കാരിൻ്റെയും അങ്ങനെയുള്ള സപ്പോർട്ടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? മാസീവ് സപ്പോർട്ട്. കാര്യം ഇതൊരു വളരെ ഡിഫറെൻ്റ് ആയ ഒരു ഇനിഷ്യേറ്റീവാണ്. കാര്യം ഞങ്ങൾ ഈ കമ്പനികളിലൊന്നും ഷെയർസ് ഇല്ല. അങ്ങനെ ഒരു കൺസൾട്ടിങ് മോഡൽ ഇത്രയധികം സംരംഭകരെ ഈ ഒരു മാർക്കറ്റിൽ സ്കെയിലബിളായി ഓപ്പറേറ്റ് ചെയ്യാനും ഫോറിൻ ഇൻകം ഏൺ ചെയ്യാനും കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ MSME ഡിപ്പാർട്ട്മെൻറ്റ് ആയാലും നമ്മളുടെ കേരള ടൂറിസത്തിൻ്റെ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ ആയാലും എല്ലാവരും എക്സൈറ്റഡ് ആണ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഈവൻ ഞങ്ങളുടെ സംരംഭകർ ഹാസ് ബീൻ ഹോസ്റ്റഡ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് ഇവൻറ്റ്സ്. വിയറ്റ്നാമിൽ പോയിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും അവിടെ കോൺസുലേറ്റ് ജനറൽ ഹിംസെൽഫ് ഹാവ് ഗൈഡഡ് ത്രൂ അവർ ഓണ്ടർപ്രനേഴ്സ്. ഇവർക്ക് റെക്കഗ്നിഷൻസ് ഒക്കെ കിട്ടി തുടങ്ങിയോ? അവർക്ക് മൊമെൻറ്റോസും ഫോർ റെക്കഗ്നിഷൻസും ഒക്കെ ഈ കൗൺസിലേറ്റ് ജനറലിൻ്റെ കയ്യിൽ നിന്നും ഇവരുടെ ബ്രാൻഡിൽ, WebCRSൻ്റെ ബ്രാൻഡിലല്ല, അവരുടെ ബ്രാൻഡിൽ ഈ റെക്കഗ്നിഷൻസും അതേപോലെ തന്നെ കേരളത്തിലുള്ള നമ്മുടെ റീജിയണൽ എക്സ്പീരിയൻസസ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഇതേപോലെ തന്നെ സെൻട്രൽ മിനിസ്ട്രി ഓഫ് ടൂറിസം ആൻഡ് കേരള ടൂറിസത്തിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് മെക്കാനിസംസ് എല്ലാം നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഓരോ സംരംഭകരും അവർക്ക് ഈ റെക്കഗ്നിഷൻസ് അവരുടെ മാർക്കറ്റിലേക്ക് പോകാനായിട്ടും അവർ യാത്രകളുടെ ഒരു ഗുരുവായി ബ്രാൻഡിങ്ങും ഒക്കെ നടക്കുന്നുണ്ടല്ലേ? എന്നോട് ക്ഷമിക്കുക, അഡ്വാൻസ് ആയിട്ട് പറയാം, ഞാനൊരു മലയാളിയാണ്, എൻ്റെ പ്രേക്ഷകരും മലയാളികളാണ്. ഇത്രയൊക്കെ നിങ്ങൾ ഈ ആൾക്കാർക്കൊക്കെ ഈ പണം വാങ്ങിക്കൊണ്ട് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതങ്ങോട്ട് ചെയ്താൽ പോരായിരുന്നോ? നിങ്ങൾക്ക് വേണമെങ്കിൽ മേക്ക് മൈ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു സംരംഭം കൂടെ ഉണ്ടാക്കിയാൽ പോരെ? ഞാനൊരു സാധാരണ മലയാളിയുടെ ചോദിക്കുന്ന ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. സത്യം, അത് വളരെ സത്യമാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ 1000 കമ്പനികൾ ഉണ്ടാക്കുന്നതിനെക്കാളും ഭേദമല്ലേ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ? കാര്യം എഫേർട്ട് ഈസ് മച്ച് ലെസ്. വെരി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ ആൻസറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതിന് ആദ്യം തുടങ്ങിയെന്നുള്ള ആദ്യം ചിന്തിക്കണം. എന്താണ്? ഒരു ഡ്രെയിൻ ഉണ്ട്. നമ്മുടെ കൊച്ചിക്കാരൻ മൂന്നാർ പോകുന്നതിന് നമ്മൾ പുറം രാജ്യങ്ങളിലുള്ള കമ്പനികൾക്ക് കമ്മീഷൻസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ട്യൂൺ ഈസ് അബൌട്ട് 1500 to 2500 crores ആണ് നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ഇത് 16 ലക്ഷം കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ബേസ് ആണ്. 16 ലക്ഷം കോടി ആയിരുന്നു. ഇപ്പോഴത്തെ റെക്കോർഡ്സ് അനുസരിച്ച് 22 lakh crores ആണ് ഇന്ത്യൻ ടൂറിസം കോൺട്രിബ്യൂഷൻ ടു ദി GDP. ഓക്കെ, 22 ലക്ഷം കോടി. അതിൻ്റെ അകത്ത് എയർലൈൻ കമ്പോണൻറ്റ് മാറ്റിയാലും ഒരു 8 ലക്ഷം 10 ലക്ഷം കോടിയാണ്. അതിനകത്ത് 20% കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2 ലക്ഷം കോടി രൂപയുടെ കമ്മീഷൻസ് ഇന്ത്യയിലുണ്ട്. ഓക്കെ, ഇതിനെ ടാപ്പ് ചെയ്യാനാണ് ഈ ഫോറിൻ കമ്പനികൾ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് സജീവമായിട്ടുള്ളത്. അത് ഇവിടെ നിന്ന് പോകുന്ന ഡ്രെയിനാണ്. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഡ്രെയിൻ സ്റ്റോപ്പ് ചെയ്യാനാണല്ലോ ഇത് വന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ സാർ പറഞ്ഞ പോലെ ഞങ്ങളൊരു സംരംഭം തുടങ്ങി ഒരു വലിയ ബ്രാൻഡ് ഉണ്ടാക്കിയെന്ന് വെച്ചു. താങ്കൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റർ കിട്ടും, താങ്കൾക്ക് വേണമെങ്കിൽ കാര്യം നമുക്ക് ഓൾറെഡി പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ സൊല്യൂഷനായിട്ട് എന്താണ്? ഒരു ബ്രാൻഡ് അവിടെ ഡെവലപ്പ് ആവും, അത് ഒരു 1000 കോടി ടേൺഓവറുള്ള ഒരു കമ്പനി ആയി എന്ന് വന്നു. ഈ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ലോജിക്കൽ സ്റ്റെപ്പ് ടു ദിസ്? ഇറ്റ് വിൽ ഗെറ്റ് ബോട്ട് ഓവർ. ആരെങ്കിലും മറ്റേ മൾട്ടിനാഷണൽ കമ്പനി വരും, നിങ്ങളെ ടെംപ്റ്റ് ചെയ്യും, കാശ് അവൻ വാങ്ങിച്ചുകൊണ്ട് പോകും, പിന്നെയും കാശ് പുറത്തു പോകും.
ഓക്കെ, നമ്മളുടെ മൂല പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇറങ്ങിയത് വഴിക്ക് വെച്ച് വിട്ടേച്ച് പോയാൽ പോകും. ഓക്കെ, നാളെ എൻ്റെ മനസ്സ് മാറാൻ വരും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒറ്റ കമ്പനികളിൽ പോലും നമ്മൾ ഒരു പെർസെൻറ്റേജ് പോലും ഷെയർ എടുക്കാത്തത്. ഇറ്റ് ഈസ് 1000 കമ്പനീസ് ഡൂയിങ് 1000 crores, 1 crore each. അപ്പോൾ താങ്കളുടെ ലക്ഷ്യം 1000 കമ്പനികൾ ഉണ്ടാക്കുക. 1000 കമ്പനികൾ ഓരോ കോടി വെച്ച് ചെയ്താൽ 1000 കോടിയായി. 1000 കോടി ടേൺ ഓവർ ഈ സംരംഭങ്ങളിൽ നടന്നാൽ ഗുണം എന്താണെന്നറിയാമോ? 200 കോടി രൂപയുടെ കമ്മീഷൻ റീജിയണലൈസ് ചെയ്യും. ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ, ഇറ്റ്സ് എ ഡീസൻറ്റ് നമ്പർ, പക്ഷേ ഇറ്റ്സ് എ ഗുഡ് കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി. അത് നമ്മൾ സാഹിബിന് ഈ കമ്മീഷൻ കൊടുക്കുന്നതിന് പകരം നമ്മുടെ ഇടയിൽ തന്നെ അത് വീതിച്ചെടുക്കുക. ഇത് ഈ സംരംഭകരും ആ സംരംഭകരുടെ സ്റ്റാഫിന് ശമ്പളമൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ കിടന്ന് കറങ്ങും. താങ്കളുടെ വിഷൻ വ്യക്തമാണ്. അതായത് താങ്കൾക്ക് വേണമെങ്കിൽ 1000 കോടികളുടെ സംരംഭം പെടുത്താം, അതിന് പകരം ഡീസെൻട്രലൈസ് ചെയ്ത് 1000 സംരംഭകരെ അതുവഴി ഓപ്പർച്യൂണിറ്റിയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്യൂച്ചർ സേഫുമാണ്. ഒരു കമ്പനി നമുക്ക് ഇതിനകത്തൊന്നും ഇതില്ലാതെ ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻസാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അവരുടെ കമ്പനിയിലേക്ക് പൈസ മേടിക്കുന്നു, അവർ സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്നു. സോ ദർ ഇസ് നോ സെൻട്രലൈസേഷൻ ഓൺ ദാറ്റ് പെർസ്പെക്റ്റീവ്. വെരി ഗുഡ്. കൊളാബറേഷനാണ് ഇതിൻ്റെ ഗെയിം. നാളെ കുറച്ച് ലക്ഷങ്ങൾ കയ്യിലുള്ള ആരെങ്കിലും വന്ന് നീൽകാന്തിനോട് എന്നെ നല്ലൊരു സംരംഭകനാക്കി എനിക്ക് കോടീശ്വരനാക്കി താ എന്ന് പറഞ്ഞാൽ ചെയ്യും? എല്ലാവരും എടുക്കാൻ പറ്റില്ല സാർ. എല്ലാവരും എടുക്കാൻ പറ്റില്ല. ഇതിന് വേണ്ടത് ഒന്ന് പാഷൻ ഫോർ ട്രാവൽ. സെക്കൻഡ്, ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹം, അതിനെ പെർസ്യൂ ചെയ്യാനുള്ള ആഗ്രഹം, അത് ഇമ്പോർട്ടൻ്റാണ്. 3, ഒരു സോഷ്യൽ കണക്റ്റുള്ള ആൾക്കാർക്കാണ് ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഒട്ടും സോഷ്യലി കണക്റ്റഡ് അല്ലാത്ത ആളാണെങ്കിൽ പിന്നെ അവർ മാർക്കറ്റിൽ പോകണമെങ്കിൽ അവർ അഡ്വർടൈസ് ചെയ്യേണ്ടി വരും. ദാറ്റ് വിൽ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് റണ്ണിങ് ദ ബിസിനസ്. ഈ കോസ്റ്റ് ഓഫ് റണ്ണിങ് ദ ബിസിനസ് കയറുമ്പോൾ അവരുടെ പ്രോഫിറ്റബിലിറ്റിനെ ബാധിക്കും. ഇതെല്ലാം കാറ്റപ്പൾട്ട് ചെയ്യും. ഇത് പ്രശ്നമാവും. അത് നമ്മൾ ഓപ്പറേഷണൽ കോസ്റ്റ് മിനിമൈസേഷനാണ് ഞങ്ങളുടെ കീ മോഡൽ ഓഫ് ഏബിൾ ടു ബ്രേക്ക് ദ മൾട്ടിനാഷണൽ മാർക്കറ്റ് വിച്ച് ഇസ് അവൈലബിൾ ടുഡേ. അതിന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഓപെക്സ് കുറച്ച് വെക്കണം, ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ ഇതൊക്കെ ഈ ഓരോ സംരംഭകരുടെ റിലേഷൻഷിപ്സും അവരുടെ അസറ്റ്സാണ്. ആ അസറ്റ്സിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് അവരുടേതായ കമ്പനികൾ തുടങ്ങിയാൽ അവർക്ക് അതിന് പാഷനും ഉണ്ടാവും, ഡ്രൈവ് ചെയ്യാൻ പറ്റും, അടുത്ത സ്കെയിലിലേക്ക് പോകും. ഇതിനൊന്നും അഡ്വർടൈസിങ് വേണ്ടി വരില്ല. ആൻഡ് ഇതൊരു MLM കോൺസെപ്റ്റ് അല്ല, ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ കോൺസെപ്റ്റ് അല്ല. ദിസ് ഇസ് പ്യുവർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാൻഡ്സ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓൺലി തിങ് ഇസ് ഇറ്റ് ഇസ് ഓപ്റ്റിമൈസ്ഡ്. ഈ ഓപ്റ്റിമൈസേഷൻ ഈ ഓരോ സംരംഭകർക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവരുടെ പാഷനും അവരുടെ ഡ്രീംസും അവരുടെ ഒരു ലെഗസി ബിൽഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയായി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അതിന് നമ്മളൊരു എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇത് കമ്പ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ഇത് അവർ സ്വന്തമായി ചെയ്താൽ ഇതിനെ 4 ഇരട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത സാധനമാണ് നമ്മൾ ഇതിന് ചെയ്തു കൊടുക്കുന്നത്. ഇതിനകത്ത് എവിടെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്തെല്ലാം ചെയ്തു. ഇതിനിടയിൽ നിങ്ങൾ ഒരു എംപ്ലോയിയെ അപ്പോയിൻറ്റ് ചെയ്തു. ഇന്ന് നമ്മുടെ നാട്ടിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൂടി എൻ്റെ മനസ്സിലുണ്ട്. ആസ് എ ട്രെയിനർ, ആസ് എ കോച്ച് ഞാൻ കാണുന്നതാണ്. നമ്മളൊരാളെ വെച്ചു, തോമസ് ചേട്ടന് വേറെ പണിയുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ടാണ് ഈ എംപ്ലോയി തീരുമാനിക്കുന്നത് ഒന്ന് മുങ്ങിയേക്കാം എന്ന് വെച്ചാൽ അയാൾ ഇട്ടിട്ട് പോയി. എന്ത് ചെയ്യും? ഹാപ്പൻസ്. ഇത് വലിയൊരു പ്രശ്നമാണ്. ഇത് നിങ്ങൾ അതിൽ ഇടപെടും. നെക്സ്റ്റ് മിനിറ്റ് വി വിൽ ബി ഓൺ ദ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ഒരു സ്റ്റാഫ് ഓഗ്യുമെൻറ്റേഷൻ പ്രോസസ്സ് സെറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് തന്നെ ഇപ്പം കാര്യം 20 സ്റ്റാഫുള്ള ഒരു കമ്പനിയുടെ ഈക്വലൻ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്തൊരു കമ്പനിക്ക് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിക്ക് ഒറ്റ സ്റ്റാഫുള്ളൂ. ഇയാൾ റിപ്പോർട്ട് ഡ്യൂട്ടി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കസ്റ്റമർ ഈ പറഞ്ഞ ഉച്ചയ്ക്ക് 1 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ സിംഗപ്പൂർ ഒരു കസ്റ്റമർ ലാൻഡ് ചെയ്യുന്നുണ്ടാവും. അയാളുടെ പിക്കപ്പ് പറഞ്ഞിട്ടുണ്ടാവും. അയാൾ തോമസ് ചേട്ടൻ ഓഫീസിലിരിക്കുക, അങ്ങേർക്ക് ഇതിനിടയിൽ കയറി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഞങ്ങളുടെ ടീം ടേക്സ് ഓവർ ദാറ്റ് സിനറിയോ ആൻഡ് വി ആർ കോൺസ്റ്റൻ്റ്ലി മോണിറ്ററിങ് ദ മൂവ്മെൻറ്റ്. എന്തെങ്കിലും പ്രോസ്പെക്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗസ്റ്റ് മൂവ്മെൻറ്റിൽ പോലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് മെക്കാനിസംസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഗ്യുമെൻറ്റേഷൻ ഉണ്ട്. ഇനി ഇയാൾ വിട്ടുപോയാൽ അടുത്ത ആളെ എടുക്കാനും അയാളെ ട്രെയിൻ ചെയ്യാനും അവരെ കൊണ്ട് പണിയെടുപ്പിക്കലും നമ്മുടെ പ്രോസസ്സ് തന്നെയാണ്. വെരി ഗുഡ്. കാര്യം ഇയാളുടെ എഫിഷ്യൻസി അനുസരിച്ചിരിക്കും ഈ കമ്പനിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്. അതിന് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. യെസ്, ആൻഡ് ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രഗിൾസ് വി ആർ അണ്ടർഗോയിങ് ഓൾസോ. ബട്ട് ഞങ്ങളിപ്പോൾ അത് പയറ്റി അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത് അതുപോലെ ഒരു ഉപചോദ്യം കൂടിയുണ്ട്. കാരണം എത്രയാണെന്ന് ഞാൻ ചോദിച്ചില്ലെങ്കിലും കുറച്ച് ലക്ഷങ്ങൾ മുടക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ അവരുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ നിങ്ങളതിന് എന്തെങ്കിലും മെത്തേഡ് കണ്ടുപിടിച്ചു? വൺ ഓഫ് ദ അതർ ഇഷ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതെ. അപ്പോൾ ഇതിനകത്ത് പലർക്കും പാഷനുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഇറങ്ങാനൊക്കെ ഇതാണ്. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ പോലെ മൂലധനം ചിലപ്പോൾ
കണ്ടുപിടിക്കാൻ ചിലപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് റീറൂട്ട് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരുന്നില്ല. ഞങ്ങൾക്കിപ്പോൾ ബാങ്കിങ് പാർട്ട്നേഴ്സ് ഉണ്ട്. ദേ ആർ പ്രീ അപ്രൂവ്ഡ് ലോൺസ് ഓൺ അവർ ബിസിനസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ കൊളാട്രൽ ഫ്രീ ആയിട്ട് 80% ഓഫ് ദ ബിസിനസ് ക്യാൻ ബി ഫണ്ടഡ്. ഓക്കെ, ആൻഡ് അപ് ടു 10 lakhs 10 ലക്ഷം രൂപ വരെ കൊളാട്രൽ ഫ്രീ ആയിട്ട്. ഇപ്പം ഗവൺമെൻറ് മുദ്ര ലോൺ അല്ല കേട്ടോ, പക്ഷേ ദിസ് ഇസ് ഫാസ്റ്റർ. അബൌട്ട് 3 to 5 days നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് കിട്ടും. ആൻഡ് ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് അറ്റ് 8% to 24% ബിക്കോസ് ഇത് സിബിൽ റേറ്റിംഗ് ബേസ്ഡ് ആണ്. അതെടുത്ത് പറയണേ. അതെ, വെറുതെ ഒന്നും ബാങ്ക് ലോൺ കൊടുക്കില്ല. സിബിൽ റേറ്റ് കറക്റ്റ് ആണെങ്കിൽ നാച്ചുറലി ബാങ്കിങ് ടേംസ് 10 ലക്ഷം രൂപ വരെയുള്ള ലോൺ അവർ 80% തരും. കറക്റ്റ്. അതിനകത്ത് ദേ വാണ്ട് അവർ അണ്ടർ റൈറ്റിംഗ് ഓൾസോ ദാറ്റ് ദിസ് പേഴ്സൺ വിൽ ബി ഏബിൾ ടു റൺ ദ ബിസിനസ്. ഞങ്ങളുടെ ഒരു സ്ക്രീനിങ് നിങ്ങൾ ആദ്യം നടത്തുന്നുണ്ട് നാച്ചുറലി. അപ്പോൾ കാര്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവസാനം പണിയാവരുത്, സംരംഭകനും പണിയാവരുത്, ഞങ്ങൾക്ക് പണിയാവരുത്, ബാങ്കിനും പണിയാവരുത്. ദിസ് ഇസ് സക്സസ് ഫോർ ഓൾ. ദാറ്റ്സ് അവർ ഡിസൈൻ. ആൻഡ് ടൂറിസം ഷുഡ് ബി ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ. ഒരു ചോദ്യം കൂടി, ഇതിനിടയിൽ സംരംഭകർക്ക് ഇത്തരം ടൂറിസം മേഖലയിലേക്ക് വരാൻ അവസരം എന്നുള്ളത് പോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് മോഡൽ അത് നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യണോ? അവിടെ വേറെ അവസരങ്ങളുണ്ടോ? ഓക്കെ, ഞങ്ങളിപ്പം ഞങ്ങളുടെ വി ആർ ബിഹൈൻഡ് അവർ ഷെഡ്യൂൾസ്, ബട്ട് ബിക്കോസ് ദർ ഇസ് ലോട്ട് ഓഫ് ലേണിങ്സ്, കുറേ ലേണിങ്സും കുറേ ചലഞ്ചസും ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് അത് ഓരോ ദിവസവും അതിനുള്ള തടയും ഒക്കെ പണിതുകൊണ്ടാണ് ഇരിക്കുന്നത്, സിസ്റ്റംസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ 1000ലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഫേസിലേക്ക് വരുമ്പോൾ ഈ റീജിയണൽ സപ്പോർട്ട് ഇപ്പോൾ ഞങ്ങൾ കൊച്ചി ബേസ്ഡ് ആണ്. എല്ലാ ഡിസ്ട്രിക്ട്സിലും വി ആർ ലുക്കിംഗ് ഫോർ പാർട്ട്നേഴ്സ്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണർ ഹൂ വിൽ പ്രൊവൈഡ് ഒരു പ്രീമിയം ലൊക്കേഷനിൽ ഞങ്ങളുടെ സംരംഭകർക്ക് അവരുടെ സ്റ്റാഫിനും അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഡിവിഷനായി ആ റീജിയണൽ സപ്പോർട്ട് ഡെലിവർ ചെയ്യാനായിട്ട്. കാര്യം എല്ലാം റീജിയണലാണ്. അവർ തോട്ട് ഇസ് ഓൾ റീജിയണൽ. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് വി ആർ ലുക്കിംഗ് ഫോർ പാർട്ട്നേഴ്സ് ഫ്രാഞ്ചൈസ് മോഡലിൽ. അപ്പോൾ ഈ 38 പേരെന്നുള്ളത് ബിൽഡ് ചെയ്യാനാണ്. ഞങ്ങൾക്ക് ഇതൊരു 150, 120, 150 പേരുടെ സ്കെയിലിലേക്കെങ്കിലും പോയാലാണ് ഇതിൻ്റെ ആ ലെവൽ ഓഫ് ക്വാളിറ്റി എനിക്ക് വാട്ട് വി ആർ പെർസ്യൂവിങ് അതിന് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ഒരു പാർട്ട്ണർഷിപ്പ് വ്യക്തമായ ഒരു വിഷനും പ്ലാനും താങ്കളുടെ കയ്യിലുണ്ട്. വാട്ട് ഈസ് യുവർ വിഷൻ? ഭാവി എന്താണ് താങ്കൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്? കേരളത്തിൽ അടുത്തൊരു 1.5 കൊല്ലം കൊണ്ട് ഒരു 1000 സംരംഭകർ ഇപ്പോൾ ഈ മോഡൽ സക്സസ്ഫുൾ ആണ്. ദർ ആർ കമ്പനീസ് ഓഫ് ഡൺ ഇറ്റ്. പലരും പറഞ്ഞു ഓൺലൈൻ കമ്പനികളെ ബീറ്റ് ചെയ്യുക ഇമ്പോസിബിൾ ടാസ്ക്. കൺസിസ്റ്റൻ്റ്ലി ബീറ്റ് ചെയ്യുക, അത് 1-2 ഡീലല്ല കേട്ടോ, കൺസിസ്റ്റൻ്റ്ലി ഏത് ഡേറ്റിലും ഏത് ഡെസ്റ്റിനേഷനിലും ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബീറ്റ് ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ ഞങ്ങളുടെ സംരംഭകർക്ക് വേറെ ബെനിഫിറ്റ് കൂടിയുണ്ട്. ഒരു ചെറിയൊരു ഹോട്ടൽ ബുക്കിംഗ് ഇൻ ബാംഗ്ലൂർ ആവാം, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ടൂർ ഐറ്റിനറി ഓഫ് സിംഗപ്പൂർ, തായ്ലൻഡ് ആവാം, അല്ലെങ്കിൽ യൂറോപ്പ് ആവാം. പിന്നെ ഞങ്ങളുടെ സംരംഭകർ ഇപ്പോൾ ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്തത് റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഇന്ത്യ ഇവൻറ്റിൻ്റെ പ്രീ ആൻഡ് പോസ്റ്റ് ഇവൻറ്റ് ടൂർസ് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 6000 ഡോക്ടേഴ്സിൻ്റെ ഡോക്ടർ കോൺഫറൻസിൻ്റെ പ്രീ പോസ്റ്റ് ഇവൻറ്റ് ഇത് ചെയ്തിട്ടുണ്ട്. സോ ഫിക്സ്ഡ് ഡിപ്പാച്ചേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു സ്വപ്നമാണ് പല ട്രാവൽ കമ്പനികൾക്കും. ഇത് നമ്മുടെ സംരംഭകർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇനി സ്കെയിൽ ചെയ്ത് കേരളത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു ഇത്രയും സംരംഭങ്ങൾ 1000 സംരംഭങ്ങൾ എന്ന് പറയുന്ന ഡ്രീം എന്ന് പറയുന്നത് എബൌട്ട് 2500 സംരംഭകരാണ്. കാര്യം ഒരു കമ്പനി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ 2 ഡയറക്ടേഴ്സ് മിനിമം. ഞങ്ങൾ റേഷ്യോ 2.5 ആണ് ഇപ്പോൾ റണ്ണിങ്. അപ്പോൾ അത് വെച്ച് 2500 പേര്. പിന്നെ ഓരോ സംരംഭങ്ങളിലും മിനിമം ഒരു സ്റ്റാഫ്. അപ്പോൾ ഒരു 1000 പേർക്ക് ജോലി. ഓക്കെ, ഇവർ തടുക്കാൻ പോകുന്നത് 200 കോടി രൂപയുടെ കേരളത്തിൽ നിന്നുള്ള ഡ്രെയിനേജ്. ഇൻഫാക്റ്റ് ഞങ്ങളുടെ ഓൾറെഡി നമ്പേഴ്സ് ആർ ഷോയിങ്, ഞങ്ങളുടെ ഈ സംരംഭകർ ഓൾറെഡി 1.5 കോടി രൂപയുടെ ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സിനെ ട്രാൻസാക്ഷൻസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റി. എന്ന് പറഞ്ഞാൽ 1.5 കോടി രൂപയുടെ കമ്മീഷൻസ് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്സ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ആ ഒരു ഡയമെൻഷനിലേക്കാണ് അതിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മുടെ ഒബ്ജക്റ്റ്. എക്സലന്റ് നീൽകാന്ത്. സോ ഒരു പ്രേക്ഷകൻ്റെ മനസ്സിലുദിക്കുന്ന ഒരു ചെറിയ ചോദ്യം, അത് നിങ്ങളുടെ ട്രേഡ് സീക്രട്ട് ആയിരിക്കാം, എന്നാലും ഞാൻ ചോദിച്ചില്ല, എൻ്റെ പ്രേക്ഷകരാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. ഈ പറയുന്ന 38 പേരെയും വെച്ചുകൊണ്ട് ലോകത്തുള്ള ഏത് സ്ഥലത്തും ഏത് ഹോട്ടൽ റിസോർട്ട്സിലും 3, 4, 5 സ്റ്റാർ കാറ്റഗറിയിൽ നിങ്ങൾ ബെസ്റ്റ് റേറ്റ് എടുത്ത് തരുമെന്ന് പറയും. ഇതെങ്ങനെ ഈ മാനുവലി വിളിക്കുകയാണോ, ടെക്നോളജി ആണോ, ഇത് എങ്ങനെയാണ് ഇത്രയും ആൾക്കാർക്ക് ബെസ്റ്റ് റേറ്റ് എടുത്തുന്നത്? നിങ്ങൾ ഇത്ര
ഓവർ കോൺഫിഡൻസോടുകൂടി പറയുന്നത്? All conscious, exactly. That's what many people thought, and I myself pushed for it. ഇത് ഒരു ഹൈബ്രിഡ് മോഡലാണ്. ഓക്കെ. ഒന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ഈ 10-24 വർഷം ഈ വലിയ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ അകത്ത് ബിൽഡ് ചെയ്യുന്ന ടെക്നോളജീസ്, അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഈ കോവിഡ് സമയത്ത് ഞങ്ങൾ ബിൽഡ് ചെയ്ത കുറേ ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഉണ്ട്. അതും കൂടിയുള്ള കോമ്പിനേഷനാണ് ഇത് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് വിൽ ഓൾസോ ഇൻക്ലൂഡ്, ഇപ്പോൾ ഒരു ഹോട്ടൽ ബുക്കിംഗ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരിട്ടുള്ള കോൺട്രാക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൺലൈനിലുള്ള വേറെ അഗ്രിഗേറ്ററിൻ്റെ ഒരു ഡിസ്കൗണ്ടഡ് പ്രൊമോഷൻ റേറ്റ് ആയിരിക്കും, B2B പ്ലാറ്റ്ഫോംസിൻ്റെ കയ്യിൽ നിന്നുള്ള റേറ്റ്സ് ആയിരിക്കും. അതേപോലെ തന്നെ മറ്റേ നേരിട്ട് ഇപ്പോൾ ഒരു 20 പേരുടെ ഒരു മൂവ്മെൻറ്റ് ഒരു ആണ്, അപ്പോൾ ഹോട്ടലിൽ നേരിട്ട് വിളിക്കണം, അല്ലെങ്കിൽ രക്ഷയില്ല, അല്ലെങ്കിൽ കോമ്പീറ്റൻ്റ് റേറ്റ് കിട്ടില്ല. കാര്യം നമ്മുടെ റിസർച്ച് ടൈം കൂടും. എന്ന് പറഞ്ഞാൽ കസ്റ്റമർ 20 റൂമുള്ളൊരു ബുക്കിംഗ് ആണ്, ഇപ്പം തന്നെ കയറി ബുക്ക് ചെയ്യുമോ? ഒരു റൂമിലുള്ള ബുക്കിംഗ് ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ കയറി ബുക്ക് ചെയ്ത് കയറി, കസ്റ്റമറും ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് കോമ്പീറ്റൻസി അച്ചീവ് ചെയ്യണമെങ്കിൽ ദെൻ യു ഹാവ് ടു ഗോ ടു ഡയറക്ട്ലി വിത്ത് ദ സപ്ലയേഴ്സ്. അതുവരെ പോയി എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടീമാണ്. ക്ലിയർ ആണ് നിൽക്കാന്ത്. ടെക്നോളജി, മാൻ പവർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള വോളിയം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് അത് ബീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. 99% ഓഫ് ഓൾ കേസസ് വി ഹാവ് ക്ലിയർഡ് ഇറ്റ്. പിന്നെ 1% കേസിൽ ചില സിറ്റുവേഷൻസിൽ സപ്ലയേഴ്സ് ആർ അഡമൻറ്റ് ഇൻ സം റിമോട്ട് ലൊക്കേഷൻസ് ആൻഡ് സം പ്രോപ്പർട്ടീസ് വിത്ത് നമുക്ക് അതിനകത്ത് കറക്റ്റ് ആളെ കിട്ടിയില്ലെങ്കിൽ ആ കേസിൽ ആ ഹോട്ടലിനെക്കാട്ടും ആ സപ്ലയേഴ്സിനെക്കാട്ടും ബെറ്റർ സർവീസ് ഉള്ള ഒരു പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ അകത്ത് ഇവരെക്കാട്ടും കോമ്പീറ്റൻറ്റ് റേറ്റ് നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ കസ്റ്റമർ ഹാപ്പിയാണ്. ദേ ആർ ഗെറ്റിംഗ് എ ബെറ്റർ ഓപ്ഷൻസ് അറ്റ് എ ചീപ്പർ പ്രൈസ്. വെരി ഗുഡ്. സോ ദാറ്റ് ഇസ് ഹൗ വി ആർ ടേക്കിംഗ് 100%. നിൽക്കാന്ത്, അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ടൂറിസം രംഗം എങ്ങോട്ടാണ് ഈ പോകുന്നത്? സാധ്യതകൾ എന്താണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് 16 ലക്ഷം കോടിയായിരുന്നു, അത് ഇന്ന് 22 ലക്ഷം കോടിയാണ്. ദാറ്റ് ഇറ്റ്സെൽഫ് ഷോസ് യു ദ നമ്പേഴ്സ് വെരി ക്ലിയർലി. ആൻഡ് ഗ്ലോബലി ദിസ് ഇസ് ബീൻ ഹാപ്പനിങ്. സൗദി അറേബ്യയുടെ ടൂറിസം മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ദുബായിനെ വെട്ടിക്കാൻ വേണ്ടി 6.5 ട്രില്യനാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ GDPയുടെ 2 ഇരട്ടിയാണ് ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തത്. ദാറ്റ് ഷോസ് എ വെരി സിമ്പിൾ എക്സാമ്പിൾ. ടൂറിസം വിസ പോലും ഇല്ലാത്തൊരു കൺട്രി ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വേർ ദിസ് ഇസ് ഗോയിങ്. അപ്പോൾ ആ മേഖല അത്രയും ഗ്രോ ചെയ്യുന്നു. ആ ഗ്രോയിങ്ങിനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ സെയിൽസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവരൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്താൽ സെല്ല് ചെയ്യണം. ആ സെല്ല് ചെയ്യുന്ന മേഖലയിൽ നമ്മുടെ സംരംഭകർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു ഓപ്പർച്യൂണിറ്റി അവരത് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ, ഇനി കേരളം, നമ്മളുടെ ഡിസ്കഷൻ കൂടുതലും കേരളത്തിലെ പർച്ചേസ് പവർ ആയിരുന്നു. ഇന്ന് മലയാളി ലോകത്തിൻ്റെ എല്ലാവിടെയും ഉണ്ട്. അവിടെ നിന്നുള്ള കസ്റ്റമേഴ്സ് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യണമെങ്കിലും നമ്മളുടെ ഈ കേരളത്തിലെ കമ്പനി വഴി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, കേരളം ഈസ് നോട്ട് ലിമിറ്റഡ് ടു നമ്മുടെ 42,000 കോടി രൂപയുടെ ടൂറിസം റവന്യൂസിൽ മാത്രം ലിമിറ്റഡ് അല്ല. വി ആർ ലുക്കിംഗ് അറ്റ് എ ഗ്ലോബൽ മാർക്കറ്റ് ആൻഡ് സർവീസ്ഡ് ഫ്രം കേരള. നിങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മുടെ തോമസ് ഏട്ടൻ കുമരകത്ത് ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ ദുബായിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അളിയനെ നമുക്ക് യൂറോപ്പിലോ അമേരിക്കയിലോ വിടാം, ബെസ്റ്റ് റേറ്റ് ബീറ്റ് ചെയ്തുകൊണ്ട്. കാര്യം യൂറോപ്പിലുള്ള ആ ഹോട്ടലിൻ്റെ റേറ്റ് എന്തായാലും ഓൺലൈൻ ബീറ്റ് ചെയ്യുന്നുണ്ട്. ഈ റേറ്റാണ് ദുബായിലിരിക്കുന്ന കസ്റ്റമർ കാണുന്നത്. അപ്പോൾ അത് ഈ ഓഫർ കൊടുത്ത കാര്യം കഴിഞ്ഞില്ലേ. അപ്പോൾ ഒരു ഗ്ലോബൽ കമ്പനി ആക്കുക എന്നുള്ളതാണ് നിങ്ങളിലേക്ക്. എക്സാക്ട്ലി. വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ Booking.com ബുക്ക് ചെയ്യുന്നുണ്ട്. ഈ കമ്പനി ഏത് കൺട്രിയിലാണെന്നറിയാമോ? അഗോഡ ബുക്ക് ചെയ്യുന്നുണ്ട്. ഈ കമ്പനി ഏത് കൺട്രിയിലാണെന്നറിയാമോ? നമുക്കറിയില്ല, അറിയത്തില്ല. സോ കസ്റ്റമർ ഡസൻ റിയലി ബോദർ വെദർ വിച്ച് കൺട്രി യു ആർ ബേസ്ഡ് ഔട്ട് ഓഫ്. നല്ല റേറ്റ് തരാൻ പറ്റുമോ, വിശ്വസിക്കാൻ പറ്റുമോ? ഈ രണ്ടും ഉണ്ടെങ്കിൽ ഇതൊരു ബിസിനസ് അവസരമായി. ഈ ഒരു മോഡലിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഈ ഒരു ആശയം മാത്രമല്ല, കുറേയധികം സംരംഭകരുടെ സ്വപ്നവും ആ സ്വപ്നത്തിൻ്റെ പുറകെ പോകാനുള്ള ഗഡ്സുമാണ്. ആ ഗഡ്സിൽ അവർ ഇറങ്ങി തിരിച്ചപ്പോൾ ഉണ്ടായത് ഇപ്പോൾ ഒരു ചെറിയ കോൺട്രിബ്യൂഷനാണ്. ഒരു 5-6 കോടി രൂപയുടെയെങ്കിലും കമ്മീഷൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കോടി രൂപയുടെ ഫോറിൻ ഇൻകം ഏൺ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൂടെ തന്നെ കുറേ പേർക്ക് ജോലിയും ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് അടുത്ത സ്കെയിൽ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മളുടെ രാജ്യത്തിന് തന്നെ വളരെ ഗർവോടുകൂടി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം സംരംഭകരുടെ പറഞ്ഞ ഒരു കൊളാബറേറ്റീവ് അപ്രോച്ച് തന്നെയായിരിക്കും.
അതിന് ഒരു കാറ്റലിസ്റ്റ് മാത്രമാണ് നമ്മൾ എന്നുള്ളതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഇവരുടെ ഓരോരുത്തരുടെ ഫ്രീഡമാണ് ദാറ്റ്സ് വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ്. ഫ്രീഡം ആസ് എൻ ഓണ്ടർപ്രണർ, വാട്ട് ഇസ് ദാറ്റ് അവർ നോക്കുന്നത് അവരുടെ ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ ആൻഡ് ആക്ഷൻ. ദിസ് ഇസ് വാട്ട് ഐ ബിലീവ് ആൻഡ് വി ആർ ഏബിൾ ടു സപ്പോർട്ട് ദാറ്റ് മോഡൽ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങൾ കേട്ടു നീൽകാന്ത് എന്ന ഈ സംരംഭകൻ്റെ നല്ലൊരു ആശയം. വളരെ ചെറിയ രീതിയിലാണ് അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം ടൂറിസം മേഖലയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ആശയവുമായി അദ്ദേഹം മുന്നോട്ട് വരുന്നത്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ആശയം ചെറിയ ആശയമല്ല, വലിയൊരു ആശയമാണ്. ചെറിയ ചെറിയ സംരംഭകരെ കോർത്തിണക്കിക്കൊണ്ട് ഒരു വലിയ ആശയം. നമുക്കൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല വലിയ മൾട്ടിനാഷണൽ കമ്പനികളെ ബീറ്റ് ചെയ്യുക എന്നുള്ളത്. ലക്ഷക്കണക്കിന് കോടി രൂപ നമ്മുടെ നാട്ടിൽ നിന്ന് കമ്മീഷനായിട്ടൊക്കെ പുറത്തേക്ക് പോവുകയാണ്. അത് നമ്മുടെ ഇടയിൽ തന്നെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അതിനായി അദ്ദേഹം കണ്ടെത്തിയൊരു പ്ലാറ്റ്ഫോം, ലോകത്ത് എവിടെ വേണമെങ്കിലും ഏത് റേറ്റ് ഉണ്ടെങ്കിലും ബീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു സ്ഥാപനം തുടങ്ങുന്നത് മാത്രമല്ല, വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ വേണം, എംപ്ലോയീസ് വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം അതിൻ്റെ പ്ലാറ്റ്ഫോം, അത് ബാക്ക് എൻഡ് മുഴുവൻ അദ്ദേഹം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. പക്ഷെ അവിടെയും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് നന്നായി പഠിച്ചിട്ട് വേണം. എങ്ങനെയുള്ളവരാണ് ഇതിലേക്ക് വരേണ്ടതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പാഷൻ ഉണ്ടാവണം ഇതിനോട്, ട്രാവൽ ഇൻഡസ്ട്രിയോടൊരു ഇഷ്ടം തോന്നണം. അത് മാത്രമല്ല പണം മുടക്കാൻ തയ്യാറാവും വേണം. അത്തരം ആൾക്കാർ ഇതിലേക്ക് വന്ന് ഒരു വലിയ, നമുക്കൊക്കെ ഒരു സ്വപ്നം കാണാവുന്ന നല്ല സംരംഭകർ, ഇത് മാത്രമല്ല നല്ല 1000 സംരംഭകരോടൊപ്പം തന്നെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാം. നീൽകാന്ത്, വളരെ നല്ലൊരു ആശയമാണ് താങ്കളുടെ സംരംഭവും. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് തൊഴിലവസരവും, പ്രത്യേകിച്ച് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ടൂറിസം മേഖലയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ആർക്ക് വേണമെങ്കിലും, അതിന് നമ്മൾ പറയുക ഇന്നത്തെ കാലത്ത് ജോഗ്രഫീസ് ഹിസ്റ്ററി എന്നാണ്, എവിടെ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് ആർക്കും അറിയണ്ട. അതാണല്ലോ ഈ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഏറ്റവും വലിയ വിജയം. bookings.com എവിടെയാണെന്ന് നമുക്കറിയില്ല, makemytrip.com എവിടെ ഇരുന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലിരിക്കുന്ന ചെറിയ സംരംഭകരും എവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത് ആർക്കും അറിയണ്ട. നല്ല റേറ്റ് കൊടുക്കാൻ പറ്റുമോ, നമുക്ക് അവരെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും എന്നാണ് നീൽകാന്ത് പറഞ്ഞു വയ്ക്കുന്നത്. നീൽകാന്ത്, അന്ന് ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ആശയമായാണ് താങ്കൾ വന്നത്. ഇന്നതൊരു വലിയ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്ന് നിരവധി 100 കണക്കിന് സംരംഭകരെ താങ്കൾ കൈപേർത്ത് പിടിച്ച് വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 1000-ലെത്തട്ടെ, അതിനേക്കാളും മികവുള്ള ഒരു സംരംഭമായി തീരട്ടെ, താങ്കൾ സ്വപ്നം കണ്ട പോലെ 1000 കോടി വിറ്റുവരവുള്ള ഒരു കൺസോഷ്യമായി തീരട്ടെ എന്നെൻ്റെ വ്യക്തിപരമായ പേരിലും ഇതായിരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.